തായ്ലൻഡിൽ നടന്ന സൗന്ദര്യ മത്സരത്തിൽ വിശ്വസുന്ദരിയായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് മെക്സിക്കോയുടെ ഫാത്തിമ ബോഷ്. 120 രാഷ്ട്രങ്ങൾ പങ്കെടുത്ത മത്സരത്തിലാണ് ഫാത്തിമ ഇപ്പോൾ കിരീടം ചൂടിയിരിക്കുന്നത്. ഫാത്തിമയെ സംബന്ധിച്ച് അത് പൊരുതി നേടിയ ഒരു ജയം കൂടിയാണ്. 25-കാരിയാണ് ഫാത്തിമ ബോഷ്. ബോഷിന്റെ വിജയത്തോടെ ആഗോള സൗന്ദര്യ മത്സരവേദിയിൽ മെക്സിക്കോ അവരുടെ ഒരു ശക്തമായ സാന്നിധ്യം തെളിയിക്കുക കൂടിയാണ് ചെയ്തിട്ടുള്ളത്. ഈ വർഷം സെപ്റ്റംബറിൽ മിസ് യൂണിവേഴ്സ് മെക്സിക്കോ കിരീടം ബോഷ് നേടിയിരുന്നു. സംഘാടകരിൽ നിന്ന് പരസ്യമായ അപമാനം ഏറ്റുവാങ്ങിയതിന് ശേഷമാണ് ഫാത്തിമയുടെ വിജയം എന്നതാണ് ഏറ്റവും ഇതിൽ നിർണായകമാകുന്നത്. അത് പൊരുതി നേടിയ ഒരു വിജയത്തിന്റെ തിളക്കം ഫാത്തിമയുടെ വിജയത്തിൽ ഉണ്ട്, ആ കിരീടത്തിലുണ്ട് എന്ന് നമുക്ക് നിസ്സംശയം പറയാം. വ്യാഴാഴ്ച ബാങ്കോക്കിൽ നടന്ന മത്സരത്തിൽ തായ്ലൻഡിന്റെ വീണ പ്രവീണാർ സിംഗ് ആണ് ഒന്നാം റണ്ണറപ്പായത്. വെനസ്വേലയുടെ സ്റ്റെഫാനി അഡ്രിയാന രണ്ടാം റണ്ണറപ്പായി. ഇന്ത്യയുടെ മനിക വിശ്വകർമ്മ നിരാശപ്പെടുത്തുന്ന പ്രകടനമാണ് നടത്തിയത്. 12 സ്ഥാനങ്ങളിൽ ഇടം പിടിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ എന്താണ് ഫാത്തിമയുടെ വിജയത്തിന്റെ തിളക്കം കൂട്ടുന്ന കാര്യമെന്ന് നോക്കിയാൽ, മെക്സിക്കോയിലെ ഡബാസ്കോ സ്വദേശിയായ ബോഷ് മൃഗസംരക്ഷണ പ്രവർത്തനങ്ങളിൽ താല്പര്യം പ്രകടിപ്പിക്കുന്ന വ്യക്തിയാണ്. 6 വയസ്സുള്ളപ്പോൾ ഫാത്തിമയ്ക്ക് ഡിസ്ലെക്സിയ പിടിപെട്ടിരുന്നു. ADHD രോഗം ബാധിതയാണ്. ബാല്യകാലത്തെ ഈ പ്രതിസന്ധികളെ ഒക്കെ മറികടന്നുകൊണ്ടാണ് ഫാത്തിമ ഈ നേട്ടങ്ങൾ ഓരോന്നും കൈപ്പിടിയിൽ ഒതുക്കിയത്. തനിക്ക് ഈ പ്രതിസന്ധികളൊക്കെ കൂടുതൽ പ്രതിരോധശേഷി ഉളവാക്കാൻ സഹായിച്ചു എന്നതാണ് ഫാത്തിമ പറയുന്നത്. ഫാഷൻ ആൻഡ് അപ്പാരൽ ഡിസൈൻ പഠിച്ച ഫാത്തിമ ഇറ്റലിയിലേക്ക് പിന്നീട് താമസം മാറ്റുകയായിരുന്നു. 2018 മെക്സിക്കോയിലെ ടബാസ്കോയിൽ ഫ്ലോർ ഡി ഓറോ കിരീടം നേടിയതോടെയാണ് ഈ വിശ്വസുന്ദരി പട്ടത്തിലേക്കുള്ള യാത്ര ഫാത്തിമ തുടങ്ങിയത്. ഈ നവംബർ 4-ന് സാഷിംഗ് ചടങ്ങിനിടെ ചില നാടകീയ സംഭവങ്ങൾ കൂടി ഉണ്ടായി. ആ നാടകീയ സംഭവങ്ങൾക്ക് ശേഷം അതേ വേദിയിൽ തന്നെ ഫാത്തിമ അതിന് ആത്മവിശ്വാസത്തോടെ മറുപടി നൽകുന്നത് കാണാമായിരുന്നു. ആത്മവിശ്വാസത്തോടെ തല ഉയർത്തിയ ആ വേദിയിലേക്ക് വീണ്ടും ഫാത്തിമ എത്തിയിരുന്നു. തായ്ലൻഡ് മിസ് യൂണിവേഴ്സ് ഡയറക്ടറും അവതാരകനുമായ നവാത്ത് ഫാത്തിമയെ ഒറ്റപ്പെടുത്തി ശകാരിക്കുകയായിരുന്നു പരസ്യമായി. ഇത് മത്സരവേദിയിൽ ചില മോശം സാഹചര്യങ്ങൾ സൃഷ്ടിച്ചു. അവതാരകരുടെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നതിന് പകരം മിസ് മെക്സിക്കോ നാഷണൽ ഡയറക്ടറുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പ്രവർത്തിച്ചതിന്റെ പേരിലായിരുന്നു ഈ ശകാരമുണ്ടായിരുന്നത്. എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഫാത്തിമയെ വിഡ്ഢി എന്നൊക്കെ വിളിച്ചുകൊണ്ടാണ് ഈ നവാദ് സംസാരിച്ചത്. അപ്പോൾ മറ്റ് മത്സരാർത്ഥികൾ പോലും ഫാത്തിമയ്ക്ക് ആ ഘട്ടത്തിൽ വലിയ പിന്തുണ നൽകുകയുണ്ടായി. പക്ഷേ ഈ കുറ്റപ്പെടുത്തൽ വലിയ മോശമായാണ് പിന്നീട് ചിത്രീകരിക്കപ്പെട്ടത്. വേദി വിട്ടുപോകാൻ ഉൾപ്പെടെ ഫാത്തിമയോട് അയാൾ ആവശ്യപ്പെടുകയൊക്കെ ചെയ്തു. ഇതിൽ പ്രതിഷേധിച്ച മറ്റ് മത്സരാർത്ഥികളും ഉടൻ തന്നെ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായി. ഇതിന്റെ വീഡിയോ ഒക്കെ വൈറലായതോടെ ഫാത്തിമയ്ക്ക് വലിയ പിന്തുണയാണ് സമൂഹ മാധ്യമങ്ങളിലൊക്കെ ലഭിച്ചിരുന്നത്. പിന്നീട് ഇത് വലിയ വിവാദമായി മാറിയപ്പോൾ നവാത്ത് പരസ്യമായി ഇതിന് ക്ഷമാപണം നടത്തുകയും ഒക്കെ ചെയ്തു. എന്തായാലും മത്സരത്തിന്റെ അടുത്ത ഘട്ടത്തിൽ മറ്റ് മത്സരാർത്ഥികൾക്കൊപ്പം വേദിയിൽ തിരിച്ചെത്തി വളരെ ശക്തയാണ് താൻ എന്ന് തെളിയിച്ചുകൊണ്ടാണ് ഫാത്തിമ അതിന് മറുപടി നൽകിയിരുന്നത്. അപ്പോൾ അത് അവരുടെ പോരാടുന്ന ആ വ്യക്തിത്വത്തിന്റെ വലിയ പ്രകടനമായി തന്നെ അത് മാറുകയായിരുന്നു. എന്തായാലും 2024 വിജയ് ഉൾപ്പെടെ അന്ന് ഫാത്തിമയ്ക്കൊപ്പം എത്തിയിരുന്നു. അവർ വലിയ ഐക്യദാർഢ്യമാണ് ഫാത്തിമയ്ക്ക് നൽകിയിരുന്നത്. ഇപ്പോൾ വിശ്വ കിരീടപ്പട്ടം കൂടി നേടുമ്പോൾ അത് വലിയൊരു സന്ദേശമായി കൂടി മാറുകയാണ്. മിസ് യൂണിവേഴ്സായി തെരഞ്ഞെടുക്കപ്പെട്ട ഫാത്തിമ ബോഷിന് സമ്മാന തുക എത്രയാണ് കിട്ടുന്നതെന്ന് ചോദിച്ചാൽ ഏതാണ്ട് 2 കോടി രൂപ സമ്മാന തുകയായിട്ട് കിട്ടും. 44 ലക്ഷം രൂപ ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളുമായിട്ടൊക്കെ കിട്ടുകയും ചെയ്യും. 2025 നവംബർ മാസത്തിലെ കണക്കനുസരിച്ച് ഫാത്തിമ ബോഷിന്റെ ഇതുവരെയുള്ള ആസ്തി ഏതാണ്ട് 40 കോടിയോളം രൂപ വരും എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയുള്ള കണക്കുകൾ പല മാധ്യമങ്ങളും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ മിസ് യൂണിവേഴ്സായി തെരഞ്ഞെടുക്കപ്പെട്ടതോടെ ഇനിയും ഫാത്തിമയുടെ ബ്രാൻഡ് മൂല്യം ഉയരും. മാത്രവുമല്ല, ഇപ്പോൾ തന്നെ ലോകമാകമാനം വലിയ ആരാധകരുടെ വൃന്ദം സൃഷ്ടിക്കാനും ഫാത്തിമയെ സംബന്ധിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇന്നലെ ഈ കിരീടധാരണത്തിന് ശേഷം മാത്രം ഫാത്തിമ ബോഷിന്റെ ഇൻസ്റ്റഗ്രാം ഫോളോവേഴ്സിന്റെ എണ്ണം ഏതാണ്ട് 20 ലക്ഷമായി ഉയരുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ വെറും ഒരു സൗന്ദര്യ മത്സരം എന്ന് കണ്ട് കളയേണ്ടതല്ല, അതിനപ്പുറമുള്ള പ്രാധാന്യമുണ്ട്. കാരണം
ശാരീരികമായിട്ട് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ പോലും മറികടന്നുകൊണ്ട്, ആ രോഗ സാഹചര്യങ്ങളെ പോലും മറികടന്നുകൊണ്ട്, അതിനെ പൊരുതി നേരിട്ടുകൊണ്ട് ജീവിതത്തിൽ മുന്നോട്ട് പോയ അനുഭവമാണ് ഫാത്തിമയ്ക്ക് നമുക്ക് മുന്നിൽ വെക്കാനുള്ളത്. അത് പ്രചോദനമായി തന്നെ ഓരോരുത്തർക്കും ഉൾക്കൊള്ളാൻ കഴിയുന്നതാണ്. ഒരു വയ്യായികയൊക്കെ വന്നാൽ എനിക്ക് വയ്യ എന്ന് പറഞ്ഞ് ഇരിക്കുന്നവർക്ക് പ്രചോദനമാകണം, അതിനെ മറികടക്കാൻ പ്രേരണയാകണം. അത്തരം ഒത്തിരി മനുഷ്യർ നമുക്ക് മുന്നിൽ ഇതിനോടകം ഉണ്ട്. അതിനൊപ്പം വെക്കാൻ പറ്റുന്ന ഒരു വ്യക്തി കൂടിയാണ് ഫാത്തിമ. അങ്ങനെ കാണാൻ പറ്റുന്ന വ്യക്തിയാണ്. മാത്രവുമല്ല, ഒരു ഷോ നടക്കുമ്പോൾ, ഒരു മത്സരം നടക്കുമ്പോൾ അവിടെ വ്യക്തിപരമായി അവഹേളിക്കപ്പെടുകയാണ് ഫാത്തിമ. അപ്പോൾ അവിടെ തളർന്നു വീഴുകയല്ല ഫാത്തിമ ചെയ്തത്. അതേ വേദിയിൽ തന്നെ ധീരയാണ് താനെന്ന് പ്രദർശിപ്പിച്ചുകൊണ്ട് മറുപടി നൽകുകയാണ് ചെയ്തത് ഫാത്തിമ. ഏറ്റവും ഒടുവിൽ ആ അവഹേളിച്ച വ്യക്തിക്ക് പരസ്യമായി മാപ്പ് പറയേണ്ടുന്ന സാഹചര്യമുണ്ടായി. അതൊക്കെ എത്ര വലിയ വിജയമാണ് അവരെ സംബന്ധിച്ച്, അല്ലെങ്കിൽ എത്ര വലിയ സന്ദേശമാണ് അവർ നൽകുന്നത് എന്നത് ഓർക്കണം. ഏറ്റവും ഒടുവിൽ ആ മത്സരത്തിൽ വിശ്വസുന്ദരി പട്ടം നേടുന്നു എന്ന് പറയുമ്പോൾ അത് ഒരുപാട് പേർക്ക് പ്രചോദനമാകാൻ പറ്റുന്ന ഒരു സാഹചര്യം തന്നെയാണ്. അങ്ങനെ വിശ്വസുന്ദരി പട്ടം മെക്സിക്കോ സ്വന്തമാക്കുന്നു. ഫാത്തിമ അങ്ങനെ ഒരു വലിയ സന്ദേശം കൂടി ലോകത്തിന് കൈമാറും.